അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് UAE-യിൽ അതീവ ജാഗ്രതയാണ്. രാജ്യത്തെ സ്കൂളുകൾ 2 ദിവസം അടച്ചിടും. പഠനം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദുബായിലെ സർക്കാർ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രിയോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, എത്രത്തോളം ജാഗ്രതയിലാണ്, എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്? രണ്ട് ന്യൂനമർദ്ദ പാത്തികൾ ഒരുമിച്ച് UAE-യിലേക്ക് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് അതിശക്തമായിട്ടുള്ള മഴ, ശക്തമായിട്ടുള്ള ഇടിയും മിന്നലും ഉണ്ടാകും. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയും മുന്നറിയിപ്പും. രാജ്യത്തിന്റെ പല ഭാഗത്തും മഴ തുടങ്ങിയിട്ടുമുണ്ട്. ഫുജൈറയിലാണ് ഇന്ന് 2 തവണയായി ശക്തമായിട്ടുള്ള മഴ പെയ്തത്. റാസൽ ഖൈമയിൽ മഴയുണ്ടായി. ഷാർജയുടെ മലയോര മേഖലയിൽ മഴ പെയ്തു. അലൈനിലും വൈകുന്നേരത്തോടുകൂടി മഴയുണ്ടായി. ദുബായിൽ കിസൈസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തി കുറഞ്ഞിട്ടുള്ള മഴ ലഭിച്ചു. രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഒമാനിൽ 18 പേരുടെ ജീവനെടുത്ത മഴയും മോശം കാലാവസ്ഥയും അതേ തീവ്രതയോടുകൂടി UAE-യിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ സില വഴി വരുന്ന അടുത്ത ന്യൂനമർദ്ദ പാത്തിയുണ്ട്. ഇത് രണ്ടും സംഗമിക്കുന്നതിന്റെ ഭാഗമായി ദുബായിൽ UAE-യിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിട്ടാണ് 2 ദിവസം UAE-യിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓൺലൈനായി മാത്രമേ ക്ലാസുകൾ പാടുള്ളൂ എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദുബായിലാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. അതോടൊപ്പം സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് പൊതു ഇടങ്ങളിൽ പോകുന്നതിനെ കുറിച്ചും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരും സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഷാർജയിൽ മലയോര മേഖലകളിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴ പെയ്തു. അതോടൊപ്പം തന്നെ മറ്റെല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ജാഗ്രത തുടരുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി മഴ തുടങ്ങുകയും നാളെയും മറ്റന്നാളുമായി അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായി ബീച്ചിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കുകളൊക്കെ തന്നെ നാളെ കാലാവസ്ഥ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഗ്ലോബൽ വില്ലേജ് അടക്കമുള്ള എല്ലാ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ ജാഗ്രത ഇപ്പോൾ തുടരുന്നുണ്ട്.